ഇനി നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തിത്വം അതിഥിയായി ഉണ്ട്. കൊച്ചിയിൽ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന മോംസ് ഓഫ് കൊച്ചി എന്ന സംഘടനയുണ്ട്. കാരണം കൊച്ചി നിവാസികൾക്ക് മാത്രമല്ല കേരളത്തിലെ ഒരുപാട് അമ്മമാർക്ക് വീട്ടമ്മമാർക്ക് അറിയാവുന്ന ഒരു സംഘടന കൂടിയാണ് മോംസ് ഓഫ് കൊച്ചി. വലിയൊരു കൂട്ടായ്മയാണ്. അതിന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി കൂടിയായ ശ്രീമതി രാഖി ജയശങ്കർ. സ്വാഗതം മാഡം. താങ്ക് യു. വലിയൊരു ഇവന്റില് വീണ്ടും തുടക്കം കുറിക്കാൻ പോവുകയാണ് അല്ലെ? മൂന്നാമത്തെ ഇവന്റ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? അതെ, മൂന്നാമത്തെ ഇവന്റ് ആണ്. ഇതുവരെയുള്ള 2 ഇവന്റിനേക്കാളും കുറച്ചും കൂടി സ്കെയിൽ അപ്പ് ചെയ്തിട്ടൊരു ഇവന്റ് ആണ്. അപ്പം നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് അമ്മമാരുടെ ഒരു 150-160ഓളം സ്റ്റോളുകൾ ഉണ്ട്. അമ്മമാരുടെയും കുട്ടികളുടെയും കോമ്പറ്റീഷനും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ AI അസിസ്റ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഉണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ഫ്രീ മെഡിക്കൽ ബേ ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള മെഡിക്കൽ ബേ ഉണ്ട്. AR VR എക്സ്പീരിയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേ സ്കൂളുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഡേ കെയർ, അതായത് 2.5 വയസ്സിൽ താഴെയുള്ള അമ്മമാർക്ക് കുട്ടികളെ അവിടെ ഏൽപ്പിച്ചിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഡേ കെയർ സിസ്റ്റം ഉണ്ട്. പിന്നെ കുറച്ചൊരു വലിയ കുട്ടികൾക്കാണെങ്കിൽ പ്ലേ ജിം ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട് ഏരിയ, വന്ന് കഴിക്കുക, എന്റർടൈൻഡ് ആകുക, പോവുക, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എല്ലാം അമ്മമാര് തന്നെ ക്യൂറേറ്റ് ചെയ്തത് കൊണ്ടാണ് ഏഷ്യാസ് ലാർജസ്റ്റ് എക്സ്പോ ക്യൂറേറ്റഡ് ബൈ മദേഴ്സ് എന്ന ഒരു ടൈറ്റിലിൽ നമ്മളിപ്പോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് മാഡം? ഇതൊരു പുതിയ ആശയമാണല്ലോ. കാരണം ഒരുപാട് സംഘടനകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അവരുടെയൊക്കെ. പക്ഷേ മോംസ് ഓഫ് കൊച്ചി, അത് അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ ഒരു കൂട്ടായ്മ എന്ന ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? അതിന് എന്റെ കുട്ടികൾ തന്നെ ആയിരിക്കും കാരണം കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ആരോട് ചോദിക്കും. ഒത്തിരി പേരെ വിളിക്കണം, ഗൂഗിൾ ചെയ്താലും ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഇത് ചോദിക്കാൻ ഒരു പരിചയമുള്ള ഒരു അമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ പൊതുവെ കുട്ടികളുടെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളവർ ഒരുമിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇൻഫർമേഷൻ പാസിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം സംഘടന ഇങ്ങനെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള അമ്മമാരെ അവരുടെ പ്രൊമോഷൻസ് ഇടുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഇതിന് വേറെയും സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ്, പിന്നെ അങ്ങനെ പതുക്കെ ഓരോ നീഡ് ബേസ്ഡും ഇൻട്രസ്റ്റ് ബേസ്ഡും ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അങ്ങനെ പുതിയ ആശയങ്ങൾ വരികയാണ് ഉണ്ടായത്. ഈ തുടക്കത്തിൽ എത്ര പേരായിരുന്നു? തുടക്കക്കാർ എത്ര പേരായിരുന്നു? തുടങ്ങുമ്പോൾ 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ 4000-ലധികം പേരുണ്ട്. വലിയ വളർച്ചയാണ് അല്ലെ? വലിയ വളർച്ചയാണ്. അത് നമ്മളെ തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മോംസ്പോ നടത്തി. അപ്പൊ 28 ബ്രാൻഡുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ അപ്പോഴത്തേക്ക് ഒരു 120 പേരെന്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ നമുക്ക് നമ്മുടെ കൂടെയുള്ളത് 250-ലധികം ബ്രാൻഡുകളും 4000-ലധികം അമ്മമാരുമാണ്. ഈ നമ്മുടെ ഈ ഇത്തരം ഒരു എക്സ്പോ എന്നതിനപ്പുറം ഒരു വർഷത്തിലെ ഒരു കൂട്ടായ്മ എന്നതിനപ്പുറം മറ്റൊരുപാട് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? ഉണ്ട്. നമ്മൾ അമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ട് എക്സിബിഷൻ ഈ അടുത്ത് നടത്തിയിരുന്നു. വീട്ടമ്മമാരായ അമ്മമാർക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്ത് ശീലമില്ലാത്ത അമ്മമാർക്ക് അതിനുള്ള സാധ്യതകൾ വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ആർട്ട് എക്സിബിഷൻ നടത്തിയിരുന്നു. ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് ഈ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയതുകൊണ്ട് നമ്മുടെ പ്രൊസീഡ്സ് എല്ലാം എങ്ങനെയായാലും നമ്മൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടായിരിക്കും പോവുക. അപ്പൊ ഇപ്പൊ സ്റ്റോളുകളാണെങ്കിലും നമ്മള് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉള്ള ഒരു സ്റ്റോൾ അവർ ഫ്രീ സ്റ്റോൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റോളില് നമ്മുടെ എക്സ്പോയിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഹാമ്പേഴ്സും ഇടുന്ന കവർ ഉണ്ടാക്കിയതും സ്പെഷ്യൽ കിഡ്സിന്റെ ഒരു സ്കൂളിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഒരു ഇതുപോലെ തന്നെ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ പെൻ, അതാണ് നമ്മൾ നമ്മുടെ എക്സ്പോയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇതിനു മുൻപ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അവയർനെസ് പ്രോഗ്രാംസ്, അങ്ങനെ അവയർനെസ് പ്രോഗ്രാംസും ഇതുപോലത്തെ ആർട്ട് എക്സിബിഷൻ പോലത്തെ ഉള്ള അമ്മമാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇതുവരെ നമ്മൾ 3 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് പൊതുവെയുള്ള ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഇത് ഈ ആശയത്തെ പിന്തുണ ആരൊക്കെ എത്തിയിട്ടുണ്ട്? ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇതിന്റെ പ്രസ് റിലീസ് വായിക്കുമ്പോൾ ഒരുപാട് പ്രമുഖർ കൂടി പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. അവരുടെയൊക്കെ ഒരു പിന്തുണ എനിക്ക് തോന്നുന്നു ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് ഓരോ ദിവസവും അല്ലെ? അതെ, നമ്മള് മോംസ്പോ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. കുറച്ച് ഗ്രാൻഡ് സ്കെയിലാവുമ്പോൾ ഇത് ഒരുപാട് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലേ എന്ന്. പക്ഷെ നമ്മളിത് സ്പോൺസേഴ്സ് ആണെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആശയമാണ് അവർക്ക് എപ്പോഴും എന്താ പറയാ, ഒരുപാട് നമുക്ക് കൺവിൻസിങ്ങിന്റെ ആവശ്യം പോലും വന്നിട്ടില്ല. അവരെല്ലാവരും ഓക്കെ ആയിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമ്മള് ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് ക്ലോസിംഗ് സെറമണിയിൽ അദ്ദേഹമാണ്, KMR നമ്മുടെ ട്രാവൽ പാർട്ണർ ആയതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഡൽഹിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രമുഖരെ വരുന്നെന്ന് പറഞ്ഞത് ശ്രീ ഹൈബീഡൻ ആണ് വരുന്നത്. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി ലക്ഷ്മിക്കുട്ടി അമ്മ, വനമുത്തശ്ശി എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയാണ്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഹൈബീഡൻ ഉണ്ടാവും, ശ്രീ ഹൈബീഡൻ. പിന്നെ ശ്രീമതി അന്ന ലിൻഡ ഈഡൻ ഉണ്ടാവും. ക്ലോസിംഗ് സെറമണിയിലാണെങ്കിലും ശ്രീ ലോക്നാഥ് ബെഹ്റ ഉണ്ടാവും. പിന്നെ നമ്മുടെ അഡ്ജുഡിക്കേറ്റർ ആയിട്ട് ശ്രീ സാം, അതായത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് അന്ന് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവര് അസൈൻ ചെയ്ത അഡ്ജുഡിക്കേറ്റർ, ഇവരെല്ലാം വരുന്നുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ പിന്തുണ എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ പറയുമ്പോൾ തന്നെ അവര് വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് തന്നെ അവർക്ക്, നമുക്ക് തന്നെ അറിയാം ആ ഒരു പിന്തുണ വളരെ, നമുക്ക് പ്രത്യേകിച്ച് കൺവിൻസിങ്ങിന്റെ ആവശ്യം വന്നിട്ടില്ല. ഈ പല തരത്തിൽ നമുക്കറിയാം സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല തലത്തിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും അവരുടെ ജീവിതമൊന്നും ഒരു കളർഫുൾ ആകണമെന്നൊന്നുമില്ല. അങ്ങനെ ആളുകളെ കണ്ടെത്തുകയും ഈ കൂട്ടായ്മയിലുള്ള ആളുകൾ അടക്കം അല്ലെങ്കിൽ പുറത്തുള്ളവരെ സഹായിക്കുക, അവർക്ക് പരസ്പരം ഉപദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവരെ ഒരു പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അത്തരം പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ സംഭവിക്കാറുണ്ടോ മാഡം? ഉണ്ട്. നമ്മളിപ്പോ ഞാൻ ഈ സബ് ഗ്രൂപ്പ്സ് ആദ്യം പറഞ്ഞത് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം സിംഗിൾ മദേഴ്സിന് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ എല്ലാവരും സിംഗിൾ മദേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സോൺ അവിടെ കിട്ടുകയാണ്. അപ്പൊ അവര് ഇപ്പൊ ചിലര് ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിലുള്ളവർക്കൊക്കെ എവിടെ ചോദിക്കണം, ഒരു ഡൗട്ട് ചോദിക്കാൻ, അപ്പൊ അവിടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പൊ അവരതിനുള്ള ഉള്ള അഡ്വക്കേറ്റ്സ് അവര് വോളണ്ടിയർ ചെയ്തിട്ടാണ് ഇവർക്കുള്ള ലീഗൽ അഡ്വൈസ് എല്ലാം കൊടുക്കും. പിന്നെ നമുക്ക് ടെർമിനലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് ഉള്ള അമ്മമാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഡോക്ടേഴ്സും വോളണ്ടിയർ ചെയ്തിട്ട് ഇവർ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ട്, ടെക്നിക്കലി ഒരു കൺസൾട്ടേഷൻ തന്നെയാണല്ലോ, അപ്പൊ അത് അവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് അതുപോലത്തെ സ്പെഷ്യൽ കിഡ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീ ലവ്ഡ് ഐറ്റംസിന്റെ, അതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ, എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞത് ഈ 4 ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ടും. അതിൽ ഈ പ്രീ ലവ്ഡ് തന്നെ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ആസ്പെക്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് വളരെയധികം സ്വാഗതം കിട്ടിയ ഒരു ഇതാണ്. ഇപ്പൊ ഈ സ്പെഷ്യൽ കിഡ്സിന്റെ തന്നെ നമ്മുടെ ഫാഷൻ ഷോ ഉണ്ട് നമ്മുടെ ഈ മോംസ് പോയ്ക്ക്. ആ കുട്ടികൾ റാമ്പിൽ കയറാണ്. ശരി. അപ്പോൾ ഒപ്പം ഈ ഇതിൽ ആക്റ്റീവായി മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാരവായിട്ടുള്ളവരിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുണ്ടല്ലോ, എല്ലാ പ്രൊഫഷനിൽ നിന്നുള്ളവരും ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ സഹായം ഒരുപാട് വിലമതിക്കുന്നതാവും. എന്തോ അവരുടെയൊക്കെ സഹായവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഉണ്ട്. അതായത് നമ്മുടെ കോർ ടീമിൽ തന്നെ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു ഓൺടർപ്രണർ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ എക്സ്പെർട്ടീസ് ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളെ പ്രൊഫഷണൽ ഇലസ്ട്രേറ്റർ ആണ്. അപ്പൊ ഇവരുടെ എക്സ്പെർട്ടീസ് നമുക്ക് ടൈമും എനർജി നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ 9 കോർ മെമ്പേഴ്സും 30 ഗവേണിംഗ് ബോഡി മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഇതെല്ലാം അമ്മമാരാണ്. ഇവരെല്ലാവരും വോളണ്ടിയർ ചെയ്ത് ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പോ ഈ നാളെ തുടങ്ങി 2 ദിവസത്തെ വലിയ പരിപാടിയാണ്. വലിയ പാർട്ടിസിപ്പേഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ മെമ്പേഴ്സ് അല്ലാത്ത ആളുകളും ഫാമിലി ആയിട്ട് വരുമ്പോ തന്നെ ഒരു വലിയ എമൗണ്ട് ആവുമല്ലോ. അപ്പൊ നമ്മൾ നല്ല പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോഡ്സ് ഗ്രേസ് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ നന്ദി ശ്രീമതി രാഖി ജയശങ്കർ ഞങ്ങളുടെ അതിഥിയെത്തിന്. മോംസ് ഓഫ് കൊച്ചിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നാളെയും മറ്റന്നാളുമായാണ് മോംസ് ഓഫ് കൊച്ചിക്കാർ വീണ്ടും ഒത്തുചേരുന്നത്. അമ്മമാരുടെ അത്ഭുത കൂട്ടായ്മയ്ക്ക് ആ ദിനം 2 ദിവസം വേദിയാവുകയാണ്. രാഖിയാണ് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.